നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുണ്ട്, അത്യാവശ്യം നല്ലൊരു ജോലിയുണ്ട്, തരക്കേടില്ലാത്ത കുഴപ്പമില്ലാത്തൊരു ആവറേജ് ജീവിത നിലവാരം ചുറ്റുപാടൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും നിങ്ങളുടെ ഒരു സേവിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെയുണ്ട്, നിങ്ങളുടെ എത്ര പൈസ ഉണ്ട്, ഒരു 5-10 കൊല്ലമായാലേ നിങ്ങൾ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രവാസിയായിട്ട് ഒരു വ്യക്തിയോട് ചോദിച്ചു ചേട്ടാ ഒരു 10 കൊല്ലമായാലേ ദുബായിൽ നിൽക്കുന്നു, എങ്ങനെയുണ്ട് സേവിങ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ മലയാളികളിൽ ഭൂരിഭാഗം ആളുകളും പറയും കാര്യമായിട്ട് സേവിങ്സ് ഒന്നും ഇല്ലടാ, നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു, നമുക്ക് ശമ്പളം കിട്ടുന്നു, നമ്മൾ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടയ്ക്കുന്നു, വീടിന്റെ വാടക കൊടുക്കുന്നു, ബൈക്ക് ലോൺ അടയ്ക്കുന്നു, പേഴ്സണൽ ലോൺ അടയ്ക്കുന്നു, കാർ ലോൺ അടയ്ക്കുന്നു. അങ്ങനെ ഒരു 25-ാം തീയതി ആകുമ്പോഴത്തേക്കും നമ്മുടെ ശമ്പളം മുഴുവൻ തീരുന്നു. ബാക്കിയുള്ള ഒരു 5-10 ദിവസം നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ റോൾ ചെയ്യുന്നു. അടുത്ത സാലറി വരുമ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടയ്ക്കുന്നു, ബാക്കി ബില്ലുകളൊക്കെ അടയ്ക്കുന്നു. എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും സാഹചര്യങ്ങളൊക്കെ വന്നാൽ കൂട്ടുകാരേന്നോ മറ്റെവിടെന്നെങ്കിലൊക്കെ പൈസ മേടിച്ചിട്ട് റോൾ ചെയ്തിട്ട് നമ്മൾ പരിപാടികളൊക്കെ ചെയ്യുന്നു. ഇതാണ് സ്ഥിരമായിട്ട് നടക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ ഇതിനെ പേ ചെക്ക് ടു പേ ചെക്ക് എന്ന് ഒരു പ്രയോഗത്തിലാണ് പറയാട്ടാ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു സ്കൂളുകളിലും പഠിപ്പിക്കാത്ത, ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. അതായത് എങ്ങനെ നല്ല മാർക്ക് മേടിക്കാം, പരീക്ഷയ്ക്ക് എങ്ങനെ ഒന്നാമതെത്താം, എങ്ങനെ ഇന്റർവ്യൂ പാസ്സാവാം, എങ്ങനെ നല്ല ജോലി കിട്ടാം, എങ്ങനെ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി ഒരു യന്ത്രത്തിനെ പോലെ മെഷീനെ പോലെ 24/7 വർക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ട്രെയിനിങ്ങുകളും നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും കിട്ടുന്നുണ്ട്. പക്ഷെ എങ്ങനെ ഒരു ജോലി കിട്ടിയിട്ട് ശമ്പളം കിട്ടിയാൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് കാർഡ് എങ്ങനെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ മാനേജ് ചെയ്യണം, ലോൺ എടുക്കാതെ എങ്ങനെ ജീവിക്കാം, അല്ലെങ്കിൽ നിനക്ക് കിട്ടുന്ന ശമ്പളം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് അത് മൾട്ടിപ്ലൈ ആക്കാൻ സാധിക്കും, പൈസയുടെ മൂല്യം കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ, നിന്റെ ജീവിതത്തിൽ അതൊക്കെ എന്ത് ബാധിക്കുന്നു, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ എവിടെയും പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടുമ്പോൾ കൂട്ടുകാർക്ക് ചിലവാക്കും, വീട്ടുകാർക്ക് വേണ്ടി സാധനങ്ങൾ മേടിച്ചു കൊടുക്കും, കുറെ മൊബൈൽ ഫോൺ മേടിക്കും, വണ്ടി മേടിക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി കുറെ വർഷം കഴിഞ്ഞാലും അവന്റെ കയ്യിലൊന്നും 5 പൈസ സേവിങ്സ് ആയിട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോയില് കുറച്ച് പോയിന്റ്സ് പറഞ്ഞുതരാൻ പോവാണ്. ഞാനൊക്കെ ഇപ്പൊ ആലോചിക്കുന്നുണ്ട്, ഞാനൊക്കെ കരിയർ തുടങ്ങിയ സമയത്ത് എനിക്കൊക്കെ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നെങ്കിൽ 10-17 വർഷത്തെ കരിയറിൽ അത്രയും കാലം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമ്മളൊക്കെ എവിടെയോ എത്തിയേനെ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ കരിയറൊക്കെ തുടങ്ങുന്ന ഒരാളാണ്, തുടങ്ങും പോട്ടെ, ഒരു 5-10 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കട്ടാ. ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞുതരാം. 20, 30, 50 ഈ നമ്പറുകൾ നിങ്ങൾ കാണാപാഠം പഠിച്ചോ. ഈ നമ്പറുകൾ മുഴുവൻ പഠിച്ചില്ലെങ്കിലും 20% എന്ന് പറഞ്ഞ നമ്പർ, 20% നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കോർ പ്രിൻസിപ്പിൾ പോലെ നിങ്ങൾ മനസ്സിൽ കരുതേണ്ട ഒരു നമ്പറാണ്. എന്താ സംഭവം എന്നല്ലേ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് 10,000 രൂപ ശമ്പളം ഉണ്ടെന്ന് കരുതുക. 10,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, സാലറി കിട്ടിക്കഴിഞ്ഞാൽ 20% 2,000 രൂപ, ഈ 10,000 ശമ്പളമുള്ള ആൾക്കാരോട് ഞാൻ 2,000 എന്ന് പറഞ്ഞത്, 20% ഓഫ് യുവർ സാലറി നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, ഇവൻ ഏതോ ഒരു ഇൻവെസ്റ്റ്മെന്റ് പരിപാടിയുടെ പ്രൊമോഷനായിട്ട് വന്നോക്കാണ്, അതിന്റെ എന്തോ പരിപാടിയാണെന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അത്തരത്തിൽ പ്രൊമോഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. വെറുതെ ബാങ്കിൽ FD ഇടരുത്, കാരണം അത് വലുതാവൊന്നുമില്ല, ആ പൈസ അവിടെ എടുക്കലുള്ളൂ, പൈസയുടെ മൂല്യം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഗോൾഡ് മേടിച്ചു വെക്കാം, സ്ഥലം മേടിച്ചു വെക്കാം, ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല, എനിക്ക് ഷെയർ മാർക്കറ്റൊക്കെ പേടിയാണ്, എനിക്ക് കുറച്ച് റിസ്ക് ഇല്ലാത്ത പരിപാടി മതി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി വരുന്ന ബാങ്കിൽ തന്നെ വിളിച്ചിട്ട് പറയാ മാനേജറോട്, ചേട്ടാ എനിക്കൊരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങാവോ, ഞാൻ എല്ലാ മാസവും 5-ാം തീയതി 2,000 രൂപ അല്ലെങ്കിൽ 20% നിങ്ങളുടെ സാലറി എത്രയാണോ വരുന്നത് അത് വെച്ചിട്ട് ഞാനൊരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങാണ്, ഒരു 5 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 10 വർഷത്തേക്ക്. 5 വർഷത്തേക്ക് എടുത്തോ, കാരണം നിങ്ങൾക്ക് പൈസ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയണ്ടേ. 5 വർഷം കഴിഞ്ഞ് നിങ്ങൾ പൈസ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ലോഡ് പൈസ വരും. നമ്മൾ എന്ത് ചെയ്യണം, ഇത് കമ്പൽസറി ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. 20%. നിനക്ക് 10,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ നീ വീട്ടിലൊക്കെ പറഞ്ഞാൽ മതി എനിക്ക് 8,000 രൂപ ശമ്പളം ഉള്ളൂ, കാരണം ആ 2,000 രൂപ അറ്റ് എനി കോസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ക്ലിയർ ആയില്ലേ. ബാക്കി 30-50% എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് 2 രീതിയിൽ സ്പ്ലിറ്റ് ആക്കിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിട്ട് ആ കാറ്റഗറി കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ മാനേജ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ ഈ 20% അത് നമ്മൾ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം കേട്ടോ. രണ്ടാമത്തെ ഒരു പോയിന്റ് പറഞ്ഞുതരാം, വളരെ എളുപ്പത്തിൽ. ചേട്ടാ ഇപ്പൊ തന്നെ കിട്ടുന്ന ശമ്പളം മുഴുവൻ തികയുന്നില്ല, ഇനിയിപ്പോ ഇതിനെ എങ്ങനെ സേവ് ചെയ്യാനാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരോടാണെന്നുണ്ടെങ്കിൽ ട്രാക്ക് യുവർ എക്സ്പെൻസ് ഫോർ 1 മന്ത്. ഒരു മാസത്തേക്ക്, അടുത്തൊരു മാസത്തേക്ക് നമ്മൾ മറ്റേ ചന്ദ്രലേഖ സിനിമയിൽ പപ്പു ചേട്ടന്റെ പോലെ ഒരു ഡയറിയും ഒരു ബാഗും പിടിച്ചിറക്കുന്ന പോലെ നമ്മളൊരു ബുക്കിൽ അല്ലെങ്കിൽ മൊബൈലിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ എപ്പോഴും നോട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്താണോ അതിൽ നോട്ട് ചെയ്യുക. രാവിലെ ഒരു ചായ കുടിച്ചു 20 രൂപ,
20 രൂപ എഴുതി വെച്ചോ. ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടില്ല, ജസ്റ്റ് എഴുതി വെക്കുകയാണ്. നമ്മളൊരു മാസം ഈ ചെലവ് മുഴുവൻ എഴുതി വെച്ചിട്ട് വരവ് ചെലവ് എന്ന് പറഞ്ഞ പോലെ ഒരു മാസം കഴിയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ അനലൈസ് ചെയ്യാൻ സാധിക്കും. എടാ ഞാനേ ഇന്നൊരു സംഭവത്തിൽ എനിക്ക് വെറുതെ കുറെ പൈസ ചെലവാകുന്നുണ്ട്. അതായത് ഞാൻ ഉച്ചയ്ക്ക് ഒരു 3 മണിയാകുമ്പോൾ ഒരു ചായ എക്സ്ട്രാ കുടിക്കുന്നുണ്ട്, ഒരു 5 മണിക്ക് വേറെ കുടിക്കുന്നുണ്ട്. 3 മണിയുടെ ചായ നിർബന്ധമൊന്നുമില്ല, വെറുതെ നേരം 10 മണിയാകുമ്പോൾ കുടിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് എനിക്ക് ഏകദേശം ഒരു ദിവസം ഒരു 30 രൂപ 50 രൂപ ചെലവാകുന്നുണ്ട്. ഒരു മാസത്തേക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് 1500 രൂപ എക്സ്ട്രാ ചെലവാകുന്നുണ്ട്. ഒരു വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ 18,000 രൂപ ചെലവാകുന്നുണ്ട്. 10 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ 1,80,000 രൂപ ചെലവാകുന്നുണ്ട്. അല്ലെ, നമ്മൾ അങ്ങനെ കൂട്ടി നോക്കുകയാണ്, കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞ പോലെ. അപ്പൊ നമ്മളോട് അത് അത്ര അത്യാവശ്യമൊന്നുമില്ല അല്ലെ. അപ്പൊ അത് വേണമെങ്കിൽ, അല്ല നിങ്ങൾക്ക് 3 മണിക്ക് ഒരു ചായ കുടിച്ചേ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കുടിക്കണം കേട്ടാ. ഞാൻ നിങ്ങളുടെ ചെലവ് ചുരുക്കാൻ വേണ്ടി പറഞ്ഞില്ല. നിങ്ങൾക്ക് തന്നെ തോന്നും ചില കാര്യങ്ങളിൽ നമ്മൾ അനാവശ്യമായിട്ട് പൈസ ചെലവാക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ട്രാക്ക് യുവർ എക്സ്പെൻസ് ഫോർ 30 days. അടുത്തത് റിവ്യൂ യുവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയും. നമ്മളറിയാത്ത കുറെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവും. ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, ഡിസ്നി, OSN, പ്രൈം, ഇങ്ങനെ പല സബ്സ്ക്രിപ്ഷനുകൾ നമുക്ക് ഓണായി കിടക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും വല്ല സിനിമകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളതാവും. പക്ഷേ നമ്മൾ അറിയുന്നുണ്ടാവില്ല, മന്ത്ലി ഇങ്ങനെ പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ ചിലപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കുന്നുണ്ടാവും. ഒരു 4-5 കാർഡ് ഉണ്ടെങ്കിൽ 4-5 കാർഡിലും ഈ ഇൻഷുറൻസിന്റെ പൈസയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ചില പ്രൊട്ടക്ഷൻ പാക്കേജ് അങ്ങനെയൊക്കെ കുറച്ച് അത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ചാർജുകൾ വരുന്നുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് മെയിൽ വരുന്നതിന് വേണ്ടിയിട്ട് ഒരു ചാർജ് ഉണ്ടോ. അങ്ങനെ നമ്മളറിയാത്ത കുറെ ചാർജുകൾ സബ്സ്ക്രിപ്ഷനായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ടോ, മന്ത്ലി പോകുന്നുണ്ടോ. നമ്മൾ 10 രൂപ 50 രൂപ 100 രൂപയ്ക്കല്ലേ പോകുന്നത് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ കാര്യമാക്കണമെന്നില്ല. പക്ഷേ ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഇൻവെസ്റ്റ്മെന്റ് 20% പറഞ്ഞില്ലേ, അതിലേക്കൊക്കെ ഈ പൈസ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് തുടക്കത്തിൽ ഇത് ചെറിയ എമൗണ്ട് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങളൊരു 10-20 കൊല്ലൊക്കെ ഒരു കരിയറിൽ നിന്ന് കഴിഞ്ഞാൽ അത് 20 കൊല്ലൊക്കെ കഴിയുമ്പോൾ ഈ പൈസ ഉണ്ടല്ലോ, നിങ്ങൾ ചിന്തിക്കുന്നേക്കാളും മുകളിൽ വലുതായിട്ടുണ്ടാവും ഇൻവെസ്റ്റ് ചെയ്ത പൈസ മുഴുവൻ. അപ്പോൾ റിവ്യൂ യുവർ സബ്സ്ക്രിപ്ഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തൊരു പോയിന്റ് ആണ് കേട്ടോ, 24 hours റൂള്. ഇതൊക്കെ ഇടലൻ സംഭവമാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ഷോപ്പിംഗ് മാളിൽ പോയി, നമ്മളവിടെ ചെന്നപ്പോൾ ഒരു പുതിയ മൊബൈൽ ഫോൺ കണ്ടു, അല്ലെങ്കിൽ ആ മൊബൈൽ ഫോണിന്റെ എന്തെങ്കിലും ഒരു ആക്സസറി കണ്ടു, അല്ലെങ്കിൽ ഇപ്പം നമുക്കൊക്കെ ഉള്ള പ്രശ്നമാണ് ഒരു ക്യാമറ, മൈക്ക്, അല്ലെങ്കിൽ റെക്കോർഡിങ്ങിന്റെ എന്തെങ്കിലും ആക്സസറീസ്, അല്ലെങ്കിൽ കാറിലേക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉള്ളിലൊരു തോന്നൽ വരും, അത് മേടിച്ചാലോ. അപ്പൊ നോക്കുമ്പോൾ കയ്യിൽ പൈസ ഇല്ലെങ്കിലും എന്താ ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ, മേടിച്ചാലോ എന്ന് തോന്നും. നമ്മൾ അപ്പം ചെയ്യേണ്ട എന്താ പറയുക, വെയിറ്റ് ഫോർ 24 hours. ആ റൂൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ മേടിക്കണം. നമ്മൾ തീരുമാനിക്കുകയാണ് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ തന്നെ ബ്രെയിൻ അനലൈസ് ചെയ്തിട്ട് പറയും, നമ്മുടെ ഓൾറെഡി ഒരു മൈക്ക് ഉണ്ടല്ലോ, പിന്നെ രണ്ടാമതൊരു മൈക്കിന്റെ ആവശ്യം എന്തല്ലേ, അതൊരു ലേറ്റസ്റ്റ് വേർഷൻ ആണെന്നേ ഉള്ളൂ, കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ മൈക്ക് നാശാവട്ടെ, അപ്പൊ മേടിക്കാം. ഇപ്പൊ അത്യാവശ്യമുള്ള കാര്യമില്ലല്ലോ, ഇപ്പോഴുള്ള ഫോണ് കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അത് നാശമായിട്ട് അടുത്ത് മേടിച്ചാൽ പോരെ. 24 hours നമ്മുടെ തീരുമാനങ്ങൾ കംപ്ലീറ്റ് മാറി മറിയും. ചിലപ്പോൾ നമ്മൾ പറയും ചിലപ്പോൾ നമ്മൾ 24 hours കഴിഞ്ഞാലും പറയും, ഇല്ല എനിക്ക് ഈ സാധനം വാങ്ങണം, അത് അത്യാവശ്യമുള്ള സാധനം തന്നെയാണ്, മേടിച്ചോളൂ, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ 24 hours കഴിഞ്ഞിട്ടേ നിങ്ങൾ തീരുമാനിക്കാൻ പാടുള്ളൂ എന്ന് പറയും. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ കുറച്ച് കിടലൻ പോയിന്റ്സുകൾ പറഞ്ഞു അല്ലെ. അപ്പൊ നിങ്ങളൊരു ജോലിയൊക്കെ ഉണ്ട്, ശമ്പളമൊക്കെ കിട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതിനകത്ത് ഏതെങ്കിലും കാര്യങ്ങൾ നോക്കുന്നുണ്ടാ? ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, നിങ്ങൾക്ക് നോക്കാം കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ടേ അത് ഏതാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം കൂടി, നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ ഇംഗ്ലീഷിലും ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളൊരു കാറ്റഗറിയിൽ നമ്മൾ ഈ ചാനലിൽ കുറെ വീഡിയോകൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഇംഗ്ലീഷ് ചാനലും കൂടി ഉണ്ട്, അതും കൂടി ഒന്ന് കയറി നോക്കിക്കോ. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് കാണണമെന്ന് ആഗ്രഹമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഷിജു ആൻഡ് റെജി വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വ്ളോഗിങ് ചാനലുണ്ട്. ഈ അടുത്ത് നമ്മൾ അർമേനിയയിലൊക്കെ പോയതിന്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ അതിനകത്തൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതും ഒന്ന് കയറി നോക്കിക്കോ. ഇതൊക്കെ ഫ്രീ ആയിട്ട് സമയമുള്ളപ്പോൾ കയറി നോക്കിക്കോട്ടോ. ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പരിപാടികൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണ് പരിപാടികൾ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാണ്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതാദ്യം സബ്സ്ക്രൈബ് ചെയ്തോ, എന്നിട്ട് അപ്പുറത്തെ ചാനലിലേക്കൊക്കെ പോയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ. ദിസ് ഈസ് ഷിജു തോമസ് സൈനിങ് ഓഫ്.